നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് BJPയെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയാത്തത്? നീണ്ട 65 വർഷക്കാലത്തോളം തുടർച്ചയായി ജവഹർലാൽ നെഹ്റു മുതൽ കോൺഗ്രസ്സാണ് ഭരിച്ചത്. ഈ രാജ്യത്തിൻ്റെ ഭരണവർഗ പാർട്ടി എന്ന് തന്നെയായിരുന്നു കോൺഗ്രസിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റവും അധികം എതിർത്തിരുന്നത് കോൺഗ്രസിനെയാണ്. കാരണം കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നോക്കൂ, അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് വലിയ കിരാത നിയമങ്ങൾ ഏർപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളെ എല്ലാവരെയും ജയിലിലകത്താക്കി. ഇടതുപക്ഷവും സംഘപരിവാറും എല്ലാം ചേർന്നുകൊണ്ട്, ജനതാദളും എല്ലാം ചേർന്നുകൊണ്ട് അതിനെതിരെ പോരാടി. അതിനുശേഷം ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ അധികാരത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്തേക്ക് പോയി, അധികാരത്തിൽ നിന്ന് നിഷ്കാസിതരായി. അതിനുശേഷം നോക്കൂ, നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി തോൽക്കുകയാണ് കോൺഗ്രസ്. മാത്രമല്ല നോക്കൂ, ഒരു തോൽവി എന്ന് പറഞ്ഞാൽ അമാന്യമായിട്ടുള്ളൊരു തോൽവിയാണ്. വലിയ സീറ്റുകൾക്ക് ആദ്യം 44 സീറ്റ്, 51 സീറ്റ്, ഇപ്പോഴത് 100 സീറ്റ് തികച്ചിരിക്കുന്നു. അങ്ങനെ വളരെ പരിങ്ങലിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ തോൽവിയിലേക്ക് കോൺഗ്രസ് വീണ്ടും വീണ്ടും കൂപ്പുകുത്തി പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയാത്തത് എന്നതിന് ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം നിങ്ങളോട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും. I'll also come and say hello. Yes, sir. Come, let's stand together. Let's stand together. Let's do it together. Come do it together. Sir, मतलब डाटा चोरी की आपको लेकर कहीं बाइट दे रहे तो कह रहे थे कि आप बिना डाटा दे रहे. പറയാതെ വയ്യ. നോക്കൂ, ഈ പാട്ടോ ഡാൻസോ അറിയാത്ത മക്കളെ രക്ഷിതാക്കൾ അവരുടെ താല്പര്യപ്രകാരം പാട്ട് പഠിപ്പിക്കുന്നു, അവരെ വേദിയിൽ കയറ്റി കോമാളികളാക്കുന്ന ഒരു സംവിധാനം പലപ്പോഴും നമുക്കിടയിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി. ഒരു കാര്യത്തിലും ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന, രാഷ്ട്രീയം എന്തെന്നോ ഈ ജനങ്ങളുടെ പ്രശ്നം എന്തെന്നോ അറിയാത്ത ഒരു മനുഷ്യൻ, ആരോ എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് നടക്കുന്നൊരു മനുഷ്യൻ. നോക്കൂ, പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള മന്ത്രിമാർ, അശ്വിനി വൈഷ്ണവും പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുന്നതിനിടയിലേക്ക് ഈ മനുഷ്യൻ കയറി ചെല്ലുന്നു. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നടത്താമെന്ന് പറയുന്നു. ഇയാൾ ആരാണ്? നോക്കൂ, ഇയാൾ പ്രതിപക്ഷ നേതാവായിരിക്കാം, പക്ഷേ 2 മന്ത്രിമാർ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വേറെ പ്രതിപക്ഷത്തുള്ള ഒരു മെമ്പർ ചെന്ന് അയാളെ തട്ടി മാറ്റിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് നടത്താമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അടി കിട്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അത് പോട്ടെ, നമ്മുടെ നാട്ടിലെ 2 മന്ത്രിമാർ, കെ രാജൻ, ശിവൻകുട്ടി, ഈ മന്ത്രിമാർ 2 പേര് ആയിക്കോട്ടെ, മുഹമ്മദ് റിയാസോ ഇല്ലെങ്കിൽ MP രാജേഷോ, ഈ 2 മന്ത്രിമാർ ഒരു പത്രസമ്മേളനം നടത്തുന്നതെന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. VD സതീശൻ പോയിക്കൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം. അവരൊരു മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ആ പത്രക്കാർക്കിടയിലേക്ക് VD സതീശൻ പോയിക്കൊണ്ട് അവരുടെ കൈ പിടിച്ച് തട്ടിമാറ്റിക്കൊണ്ട് ധിക്കാരത്തോടു കൂടി ഇനി നമുക്ക് ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം എന്നുള്ള ധിക്കാരത്തോടുകൂടിയുള്ള സംസാരിക്കണം. അവരുടെ കൂടെയുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുമോ? മറ്റാളുകൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും സുധാകരനാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യുമോ? നോക്കൂ, കൊടിക്കുന്നിൽ സുരേഷ് ഒരു കോമാളിയുടെ കുണ്ടിയിൽ അട്ട കടിച്ചതുപോലെ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയുള്ള ചിരിയുമായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് നിൽക്കുന്നു. നോക്കൂ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തമില്ലാത്ത, അതായത് ഒരു അപമാനിക്കുന്ന, ജനാധിപത്യ സംവിധാനത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ മനുഷ്യൻ ഈ പെരുമാറുന്നത്. ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത ഒരാൾ നയിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരിക്കലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന് തന്നെ നോക്കൂ. നിങ്ങൾ എഴുതി വെച്ചോളൂ. അടുത്ത തിരഞ്ഞെടുപ്പിൽ 2030 തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ഈ കോൺഗ്രസ് 60-ന് താഴേക്ക് പോകും. എവിടെയും ഇനി സീറ്റ് കിട്ടാനില്ല. കേരളത്തിലടക്കം പിറകോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. തമിഴ്നാട്ടിലാണ് കുറച്ച് സീറ്റ് അവർക്ക് കിട്ടുന്നത്. കേരളം കഴിഞ്ഞാൽ അവിടെയും പോകും. തെലുങ്കാനയാണ് അവസാന കച്ചി തീർത്തു, അതും ഇല്ലാതെയാവും. അവിടെയും BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംസ്കാരം എന്നത് കിട്ടുന്നത് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. സ്വന്തം വീട്ടിൽ നിന്നാണ് ഇത്തരം സംസ്കാരം ആദ്യമായിട്ട് ലഭിക്കേണ്ടത്. അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം ധിക്കാരപരമായിട്ടുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള ഇത്തരം ഒരു പ്രവർത്തനത്തിന് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ബില്ല് പരസ്യമായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ആ ബില്ല് മന്ത്രിസഭ അവതരിപ്പിച്ച ഒരു ബില്ല് പരസ്യമായി പത്രക്കാർക്ക് മുമ്പിൽ കീറിയെറിഞ്ഞ ധിക്കാരി, ആ ധിക്കാരി ഇന്നൊരു പാർട്ടിയെ നയിക്കുമ്പോൾ അത് അധികാരത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്രതിപക്ഷം
ഒരു സുശക്തമായ ഒരു പ്രതിപക്ഷം ഒരു രാഷ്ട്രത്തിൻ്റെ മുതൽക്കൂട്ടാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയട്ടെ. ഈ BJP വരുന്ന ആളുകളിൽ BJP ഓഫീസിൻ്റെ കാര്യാലയത്തിന് മുമ്പിൽ ഒരു ബോർഡ് കാണാം, പപ്പു ഈ ഓഫീസിൻ്റെ ഐശ്വര്യം എന്നുള്ളത്. കഴിവുള്ള, കാര്യപ്രാപ്തിയുള്ള, കാലിബറുള്ള ഏതെങ്കിലും നേതാക്കന്മാരെ ഈ മനുഷ്യനെ മാറ്റിക്കൊണ്ട് തലപ്പത്തേക്ക് കൊണ്ടുവരാതെ കോൺഗ്രസ് രക്ഷപ്പെടില്ല. അത്തരമൊരു സൽബുദ്ധി അവർക്ക് തോന്നട്ടെ. കാരണം ഒരു ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് കൃത്യമായൊരു പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.